ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരാളല്ല, ഒരു കുടുംബം തന്നെയുണ്ട്. അതിലൊരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഹബീബ് ബിൻ സെയ്ദ് അൽ അൻസ്വാരി. ഹബീബ് ബിൻ സെയ്ദ് അൽ അൻസ്വാരി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മറക്കാതെ നാം പഠിക്കേണ്ട പാഠങ്ങളിൽ ഉന്നതമായ പാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന ഉന്നതമായ ഒരു കുടുംബമാണ് ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് സെയ്ദ് ബിൻ ആസിം. അതാണ് ഹബീബ് ബിൻ സെയ്ദ് എന്ന് പറയുന്നത്. ഹബീബ് എന്നവരുടെ ഉപ്പാടെ പേര് സെയ്ദ് ബിൻ ആസിം. സെയ്ദ് ബിൻ ആസിം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. നമ്മൾ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചപ്പോ മനസ്സിലാക്കിയിരുന്നു, ഒന്നാം അഖബ ഉടമ്പടി, രണ്ടാം അഖബ ഉടമ്പടി അതിനെ സംബന്ധിച്ച് മദീനയിൽ നിന്ന് 70ഓളം വരുന്ന ആളുകൾ മക്കയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിയ ആ ഉടമ്പടിയിൽ, അഖബ ഉടമ്പടിയിൽ സംബന്ധിച്ച ആളാണ് ആര്? സെയ്ദ് ബിനു ആസിം. മറ്റേ ആള് മറക്കരുത്, അസ്അദ് ബിൻ സുറാറ. ആരാ? മൻ അസ്അദ് ബിൻ സുറാറ? ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആളാണ്. മറക്കരുതേ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആളാണ്. ഞാൻ അതിന് ശേഷം ഒരു 3-4 സദസ്സിൽ പങ്കെടുത്തപ്പോ ഞാൻ ക്ലൂ കൊടുത്തു. മദീനത്ത് ആദ്യം പള്ളി വെച്ച ആള്, ആദ്യമായി ജുമാ മദീനത്ത് നടത്തിയ ആള്, നബിയെ മക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി മദീനയിൽ എത്തിച്ച ആള്, ആദ്യമായി സ്വന്തം വീട് ദഅ്വാ സെന്ററാക്കി അവിടെ മുസ്അബ് ഇബ്നു ഉമൈറിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ച് മദീനയെ മൊത്തത്തിൽ മാറ്റിയ ആള്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഓരോരുത്തർക്കും 500 രൂപ വെച്ച് തരാന്ന് പറഞ്ഞു. സദസ്സിന്ന് 5 പേര് ഉത്തരം പറഞ്ഞാൽ ഓരോരുത്തർക്കും 500 വെച്ച് തരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചെടുത്തൊന്നും മറുപടി വന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം പലപ്പോഴും ആ സ്വഹാബിയെ ആർക്കും അറിയില്ല. അത് നബി നബി മദീനത്തെത്തി ആദ്യം താമസിച്ച വീടാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന്റെ വീട്. ഇദ്ദേഹത്തിന്റെ പേര് അസ്അദ് ബിൻ സുറാറ. അസ്അദ് ബിൻ സുറാറ നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം ആകെ 9 മാസമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. 9 മാസം കഴിഞ്ഞപ്പോ നബി മക്കയിൽ നിന്ന് മദീനയിലെത്തി ഹിജ്റ വന്നിട്ട് 9 മാസം കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി മരണപ്പെട്ടു. അതാണ് ലോകത്ത് പിന്നെ ചരിത്രത്തിലധികം ഒന്നും പേര് ആവർത്തിക്കപ്പെടാതെ പോയത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരാതെ പോയത്. ഇതുപോലെ അന്ന് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ച് കൊണ്ടുവന്ന മദീനത്ത് ഉള്ള യസ്രിബിൽ നിന്നുള്ള ആദ്യകാല വിശ്വാസികളിൽ മക്കയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് മഹാനായ സെയ്ദ് ബിൻ ആസിം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ 70 പേരിൽ ഒരാളാണ്. അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല ബൈഅത്ത് ചെയ്യാൻ പോയത്. കൂടെ ഭാര്യ ഉണ്ടായി, 2 മക്കളുണ്ടായിരുന്നു. മക്കൾ കുഞ്ഞു മക്കളാണ്. പക്ഷേ അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല പോയത്, ഭാര്യ ഉണ്ടായി. ഭാര്യയുടെ പേര് ഉമ്മു അമ്മാറ. ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഉമ്മു അമ്മാറ നസീബത്തുൽ മാസിനിയ. അവരുടെ പേര് നസീബ എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ നുസൈബ എന്ന് പേരിടും. നുസൈബ എന്ന് പേരിടും. കേട്ടിട്ടില്ലേ പെമ്മക്കള്? ഈ നസീബ തസ്ഗീർ ചെയ്താണ് നുസൈബ. തസ്ഗീർ എന്ന് വെച്ചാൽ ചെറുതാക്കുക. അറബിയിൽ അങ്ങനെ എളുപ്പമാണ്. ഇപ്പൊ അനസ് എന്ന പേര് കുഞ്ഞനസ് എന്നാക്കണമെങ്കിൽ ഏത് ചെയ്താലും മതി. ഉനൈസിന്റെ അർത്ഥം എന്താ? കുഞ്ഞനസ്. അനസ് വലിയ അനസ്, ഉനൈസ് കുഞ്ഞനസ്. മനസ്സിലായില്ലേ? അപ്പോ അത് തസ്ഗീർ ചെയ്യാന്ന് പറയാ.
ഇതുപോലെ നസീബ എന്നുള്ളത് തസ്ഗീർ ചെയ്താണെന്ത് നുസൈബ. ഇപ്പോ കുഞ്ഞു നുസൈബ എന്ന് പറയണമെങ്കിൽ നസീബ നുസൈബ ആക്കിയാൽ മതി. അപ്പോ നസീബ, ചില ആളുകൾ ഈ പേര് വായിക്കുമ്പോൾ നുസൈബ എന്ന് വായിക്കും. നമുക്ക് ഈ പരിചയമുള്ള പേര് വായിക്കും. ലബത്തിൽ ഉള്ളത് എന്താണ്? നസീബ എന്നാണ്. അപ്പോ ഉമ്മു അമ്മാറ അഥവാ നസീബ അൽ മാസിനിയ എന്ന മഹദിയാണ് ഹബീബ് എന്ന നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന സ്വഹാബിയുടെ ഉമ്മ. അങ്ങനെ ഇപ്പൊ ഇനി ആരാണ് മികച്ചു നിൽക്കുന്നുള്ള പ്രശ്നം, ബാപ്പയാണോ ഉമ്മയാണോ മകനാണോ? ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോ ഇനിയിപ്പോ ആരാണ് മികച്ചത് എന്നുള്ളതായിരിക്കും നമ്മുടെ ചർച്ച പോവുക. കാരണം ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഏതാണ്ട് എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത ആളാണ്. ആര്? ഉമ്മു അമ്മാറ. സ്ത്രീയാണ്, ഉമ്മയാണ്, ഏതാണ്ട് മിക്ക യുദ്ധങ്ങളിലും പങ്കെടുത്തു. ആര്? ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തെ നോക്കി പറഞ്ഞു, ബാറക്കല്ലാഹു അലൈക്കും മിൻ അഹ്ലി ബൈത്ത്. ആ കുടുംബത്തിന് മൊത്തത്തിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. റഹിമക്കുമുല്ലാഹു മിൻ അഹ്ലി ബൈത്ത്. ഈ കുടുംബത്തിന് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച വ്യക്തിത്വമാണ്, കുടുംബമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബം. ഈ ഉമ്മു അമ്മാറയുടെയും അതുപോലെ തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെയും മക്കളിൽ 2 പേര്, അതിൽ ഒരാളുടെ പേര് അബ്ദുല്ലാഹിബ്നു സെയ്ദ്, മറ്റൊരാളുടെ പേര് പറഞ്ഞപ്പോ നമ്മൾ ആദ്യം അത് പറഞ്ഞു തുടങ്ങിയത് ഹബീബ് ഇബ്നു സെയ്ദ്. ഹബീബ് സ്നേഹിതരെന്ന് ഓർത്താൽ മതി. ഹബീബ് ഇബ്നു സെയ്ദ്. ഇവർ 2 പേരിൽ ആരാ മൂത്തതും ഇളയതെന്ന് കണ്ടുപിടിക്കാൻ കുറെ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ആരാണ് മൂത്തത്? ചിലപ്പോൾ തോന്നും അബ്ദുള്ള ആണ് മൂത്തത് എന്ന് തോന്നും, ചിലപ്പോൾ തോന്നും ഹബീബാണ് മൂത്തതെന്ന് തോന്നും. ആരാണെന്ന് നോക്കിയിട്ട് അത് കിട്ടിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ 2 മക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ബയ്യത്ത് ചെയ്തു. 70 പേരിൽ ഇവരും വന്ന് ബയ്യത്ത് ചെയ്തു. ഈ ഉമ്മായും ബയ്യത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കൈപിടിച്ചാണ് ബയ്യത്ത് ചെയ്തത്. ആദ്യമായി റസൂലുള്ളാഹിന്റെ കൈപിടിച്ചതാരാ? ആ 70 പേര്. പറഞ്ഞു ഉറക്കെ പറ. നബിയുടെ കൈപിടിച്ചതാരാ ആദ്യമായി ബയ്യത്ത് ചെയ്യാൻ? അസ്അദ് ഇബ്നു സുറാറ. ആദ്യമായി റസൂലുള്ളാഹി ബയ്യത്ത് ചെയ്യാൻ കൈപിടിച്ചത് അസ്അദ് ഇബ്നു സുറാറ. കാര്യം പിന്നീട് ആ വിഷയത്തിൽ തർക്കം വന്നു. ആരാണ് ആദ്യം റസൂലുള്ളാഹിയെ കൈപിടിച്ചത് എന്നുള്ള വിഷയത്തിൽ പിന്നീട് തർക്കം വന്നപ്പോ അന്ന് അവിടെ സാക്ഷിയായിരുന്ന മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു തീർപ്പ് പറഞ്ഞു, ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ആരെ? അസ്അദ് ഇബ്നു സുറാറയെ കണ്ടു ആദ്യമായി കൈപിടിക്കുന്നതായി റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെ കരുത്ത് സത്യത്തിൽ ഉണ്മ തന്നെ. ഈ കുടുംബത്തിന്റെ ഹബീബ് എന്നവരുടെയും അബ്ദുള്ള എന്നവരുടെയും സെയ്ദ് എന്നവരുടെയും കുടുംബത്തിന്റെ കരുത്ത് യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്? ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ. ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ ഏറ്റവും ശക്തമായ പ്രകടനം നടത്തിയത് എവിടെയാണ്? ഉഹുദില. ഈ അബ്ദുള്ള എന്ന കുട്ടിക്കും ഹബീബ് എന്ന കുട്ടിക്കും ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? പ്രായമായിട്ടില്ല, ചെറിയ കുട്ടികളായി. ഉഹദിലും ഇവർ പോകുന്നുണ്ട്, പക്ഷെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ആര്? ഇവര് ഉഹദ് രണഭൂമിയിലുണ്ട്, പക്ഷെ യുദ്ധത്തിൽ അവര് സാങ്ഷൻ ഇല്ലായിരുന്നു. ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹക്കും ഉഹദ് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? ഇല്ല. ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഒരു ഷന്ന എന്ന് വെച്ചാൽ ഈ വെള്ളം കൊണ്ടുവരുന്ന പാത്രത്തിനാണ് അത് പറയുന്നത്. ആ പാത്രത്തിൽ വെള്ളവുമായിട്ട് മുറിവേറ്റ ആളുകൾ, ദാഹപരവശരായി വരുന്ന ആളുകൾ, അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് ആര്? ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ. അങ്ങനെ അവര് വെള്ളം ഇങ്ങനെ കൊടുത്ത് ആളുകൾക്കൊക്കെ വെള്ളമൊക്കെ നൽകി പരിചരിച്ച് വരുന്നതിനിടയിലാണ് നമുക്കറിയാവുന്നതുപോലെ ഉഹുദ് രണഭൂമി ആകെ സ്പ്ലിറ്റായി പോകുന്നത്. അവരാകെ പ്രയാസത്തിലായി മാത്രമത്ര ഛിന്ന ഭിന്നമായി. ഖുത്തില മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു, പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. മാത്രമല്ല റസൂൽ ഒറ്റപ്പെട്ടു പോയി.
ആരുമില്ലാത്ത റസൂല് ഒറ്റപ്പെട്ടു പോയി. ഈ റസൂൽ ഒറ്റപ്പെട്ട് പോയത് കണ്ട ആളാണ് ആര്? ഉമ്മ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു പാത്രം വലിച്ചെറിച്ചു, കയ്യിലുണ്ടായിരുന്ന പാത്രം വലിച്ചെറിച്ചു. എന്നിട്ട് നേരെ ഓടി വരികയാണ് ആരുടെ അടുക്കലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. അപ്പോ ഉമ്മമാർ ഓടി വന്നിട്ട് നോക്കുകയാണ്, നബിയെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നുമില്ല അവരുടെ കയ്യിൽ. ആകെ വെള്ളപ്പാത്രമായിട്ടിരുന്ന സ്ത്രീയല്ലേ. ആ സന്ദർഭത്തിലാണ് ഒരാൾ തിരിഞ്ഞോടുന്നത് കണ്ടത്. ഒരു വാളും പരിചയം കൊണ്ടുള്ള ഒരാൾ തിരിഞ്ഞോടുകയാണ്. ഉമ്മമാർ അവരുടെ പുറകെ ഓടി. എന്നിട്ട് പറഞ്ഞു, അതിങ്ങി തന്നിട്ട് ഓടാൻ പറഞ്ഞു. എന്തായാലും ഓടല്ലേ, അതിങ്ങി തന്നിട്ട് ഓടാൻ പറഞ്ഞു. അയാള് ഇതിട്ട് ഓടിച്ചു. ഏത്? ഈ വാളും പരിചയം. അത് പിടിച്ച് റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിന്ന ആളാണ് ആര്? ഉമ്മമാർ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാചകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സംബന്ധമായി അത് ഓർത്ത് പിന്നീട് പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ ആ ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് എന്റെ വലതും ഇടതും നോക്കി, അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ നോക്കി. അങ്ങനെ എന്റെ ചുറ്റും ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്റെ വലതുഭാഗത്തും ഉമ്മു അമ്മാറ നിൽക്കുന്നുണ്ടായിരുന്നു, എന്റെ ഇടതുഭാഗത്തും ആര് നിൽക്കുന്നുണ്ടായിരുന്നു? ഉമ്മു അമ്മാറ. എന്നുവെച്ചാല് നബിക്ക് ഏത് ഭാഗത്തു നിന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് നോക്കിയിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല, ഏതാണ്ട് 11ഓളം വരുന്ന ആളുകൾ മാത്രം പിന്നെ അവസാനം നബിയെ കണ്ടിട്ട് റസൂലുള്ളാഹിയുടെ ചുറ്റും വരുന്നത്. അപ്പോൾ ഈ ശത്രുക്കൾ റസൂൽ ഒറ്റപ്പെട്ടു എന്ന് കണ്ടപ്പോൾ നബിയുടെ നേരെ തുരുതുര അമ്പെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല, ആ യുദ്ധക്കളത്തിൽ നിന്നൊരു സൈന്യം, ഒരു വിങ് നബി ആക്രമിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ 11 പേര് ആകെ ഉള്ളൂ റസൂലുള്ളാഹിയുടെ കൂടെ. നബി ചോദിച്ചു, മനിൽ ഖൗം, ആരാണ് അവരെ നേരിടുക? എല്ലാവർക്കും കൂടെ പോയി നേരിടാൻ പറ്റില്ല. അപ്പോ ഒരാള് ആദ്യം വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ നേരിടാം. അതിന് മുമ്പ് ഒരാൾ വന്ന് പറയുന്നുണ്ട്, ഞാൻ നേരിടാം. നബി നീ അവിടെ മാറി നിൽക്കുക. അതല്ല, അബൂ തൽഹ നീ അവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വേറെ ആരെങ്കിലും പോകാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ പോയി അവസാനം ഈ അബ്ദുള്ള, ആരെ? ഈ ഉമ്മു അമ്മാറയുടെ മകൻ അബ്ദുള്ള വന്നിട്ട് റസൂലോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാണ്, നിങ്ങളുടെ നെഞ്ചിന് മീതെ ഞാൻ എന്തെടുത്തിട്ടുണ്ട്? നെഞ്ചു വെച്ചിട്ടുണ്ട്. എന്റെ നെഞ്ചിലല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അമ്പ് പോലും പതിക്കില്ല. ശരങ്ങളിങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നെഞ്ചു വെച്ചുകൊണ്ട് പറയുകയാണ്, നെഹരി ദൂന നെഹരിക്, നിങ്ങളുടെ നെഞ്ചിന് മീതെ എന്റെ നെഞ്ചുണ്ട്. അമ്പ് പതിക്കുകയാണെങ്കിൽ ഇത് എവിടെ പതിക്കുള്ളൂ? എന്റെ നെഞ്ചത്തെ പതിക്കുള്ളൂ. ഇങ്ങനെ ആ കുടുംബം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് കവചം തീർത്തു. എവിടെ? ഉഹുദിൽ നിന്ന് മടങ്ങുമ്പോൾ ഉമ്മമാരുടെ ശരീരത്തിൽ 13 മുറിവുകളുണ്ടായി. വെട്ട്, വാളുകൊണ്ടുള്ള 13ഓളം വെട്ടുകൾ ആർക്കുണ്ടായിരുന്നു? ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലുണ്ടായിരുന്നേ. മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉമ്മമാറ ഇല്ലാത്ത സമയം ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. എന്ന് വെച്ചാൽ അതില്ല, കാണാൻ കഴിയില്ല ഏത് ഘട്ടത്തിലും. എത്രത്തോളം? ഹുദൈബിയ സന്ധിയിൽ പോലും ഉണ്ട്. ഹുദൈബിയ സന്ധിയിലടക്കം ഉമ്മു അമ്മാറ ആരുടെ കൂടെ ഉണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. അങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ സൂറത്തുൽ ഫത്ഹിലെ 18ാമത്തെ ആയത്തിൽ ലഖദ് റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആരിൽ? അനിൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ. ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന്റെ ചുവട്ടിൽ നിങ്ങളുമായി ബൈഅത്ത് ചെയ്തവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഉമ്മമാർ റളിയല്ലാഹു അൻഹുണ്ട്. അഖബയിൽ ബൈഅത്ത് ചെയ്യുമ്പോൾ ആരുണ്ട്? അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീൻ വൽ അൻസാർ, അക്കൂട്ടത്തിലും ആരുണ്ട്? ഉമ്മമാർ റളിയല്ലാഹു അൻഹയുണ്ട്. ഖൈബർ യുദ്ധത്തിന് പോകുമ്പോൾ ആരുണ്ട്? ഖൈബറിൽ പോകുമ്പോൾ ഉമ്മമാർ റളിയല്ലാഹു അൻഹ ആ കൂട്ടത്തിലുമുണ്ട്. ഹുനൈനിൽ പോകുമ്പോൾ ആരുണ്ട്? ഹുനൈനിൽ പോകുമ്പോൾ ഈ ഉമ്മ, ഈ നസീബ എന്ന് പറയുന്ന സ്ത്രീ ആ ഘട്ടത്തിലും ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇവിടെ ഹബീബിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അവര് പ്രത്യേകം എടുത്തു പറയപ്പെടുന്നത് ചോദിച്ചാല്, ആ കുടുംബം സ്വന്തം മക്കളെ, സ്വന്തം പിതാവിനെ മുഴുവനും അള്ളാഹുവിനെ സമർപ്പിച്ചു. പൂർണ്ണമായി ദീനിനെ സമർപ്പിച്ചു.
ആ ദീനിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വേദനയുണ്ടാക്കുന്ന ഒരു രംഗം ഇദ്ദേഹത്തിന്റെ ഈ ഹബീബ് എന്ന മകന്റെ കാര്യത്തിൽ ഉണ്ടായത് ഹിജ്റ 9-ാം വർഷത്തിൽ ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. നബിയെ കാണാൻ വേണ്ടി വന്നതാണ്. നബിയുടെ അടുക്കൽ വന്ന് ഇസ്ലാമിനെ വിളംബരം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവർ വന്നു, മദീനയുടെ ഒരു ഓരത്ത് എത്തി. അവർ വന്ന സംഘങ്ങളെ അല്ലെങ്കിൽ ഒട്ടകങ്ങളെയും മറ്റു സാമഗ്രികളെയൊക്കെ ഒരു തോട്ടത്തിൽ നിർത്തി. ആ തോട്ടത്തിൽ നിർത്തപ്പെട്ട ആ ചരക്കുകൾ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ മുസൈലിമത്ത് ബിനു ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന ഒരാളെ അവിടെ നിർത്തി. എന്നിട്ട് ആ സംഘം എന്തെടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. അപ്പൊ ഇവർ വന്ന ചരക്ക് വണ്ടിയൊക്കെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ആരെ നിർത്തി? ഈ മുസൈലിമത്ത് ബിനു ഹബീബ് എന്ന് പറയുന്ന ആളെ നിർത്തി. എന്നിട്ട് ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ വന്നു. റസൂൽ അവരെ എല്ലാവരെയും ആദരിച്ചു, ബഹുമാനിച്ചു, അവരുമായി സംസാരിച്ചു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് വിശ്വാസികളായി. ഈ വിശ്വാസികളായതിനു ശേഷം ഇവർ തിരിച്ച് ഈ ചരക്ക് വണ്ടിയുടെ അടുക്ക ചെന്നപ്പോ അവിടെ ആരുണ്ട്? ഈ മുസൈലിമത്ത് ബിനു ഹബീബ് എന്നതാണ്. ഇയാള് പറഞ്ഞു, നിങ്ങൾ ആരെ കാണാൻ വന്നതാ? മുഹമ്മദിനെ കാണാൻ വന്നതല്ലേ? മുഹമ്മദ് ഖുറൈശികൾക്കുള്ള നബിയാ, ഞാൻ നിങ്ങൾക്കുള്ള നബിയാ. ഇത് 9-ാം കൊല്ലത്തിൽ നടന്നൊരു സംഭവമാണിത്. അയാൾ പറയാണ്, മുഹമ്മദ് ആർക്കുള്ള പ്രവാചകനാണ്? ഖുറൈശികൾക്കുള്ള പ്രവാചകനാണ്. ഞാനാകട്ടെ ബനു ഹനീഫ ഗോത്രം, നിങ്ങളുടെ ഗോത്രത്തിലുള്ള നബി ഞാനാണ്. ഇയാൾ ഈ ഒരു വിളംബരം നടത്തി കഴിഞ്ഞപ്പോൾ ഈ വന്ന ആൾക്കാര് വീണ്ടും മുസൈലിമത്ത് പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൂടെ കൂടി ഈ ബനു ഹനീഫ് ഗോത്രക്കാർ. എന്നിട്ട് അതിനവർ ന്യായം പറഞ്ഞെന്താന്ന് വെച്ചാല്, അശ്ഹദു അന്ന മുഹമ്മദൻ ലസാദിഖുൻ വ അന്ന മുസൈലിമത്ത ലകദ്ദാബ്. ഈ മാറിയ ആൾക്കാര്, നബിയെടുക്ക് വന്നെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവര് ഇയാളുടെ കൂടെ കൂടിയിട്ട് പറയാണ്, അശ്ഹദു അന്ന മുഹമ്മദൻ ലസാദിഖുൻ, ഞങ്ങൾക്കറിയാം മുഹമ്മദാണ് ആര്? സത്യസന്ധൻ. വന്ന മുസൈലിമത്തെ കദ്ദാബ്, ഈ മുസൈലിമത്ത് കദ്ദാബാണ്, പെരും കള്ളനാണെന്നും ഞങ്ങൾക്കറിയാം. വലാകിന്ന കദ്ദാബ റബിയത അഹബ്ബു ഇലയ്യ മിൻ സാദിഖി മുദർ. റബിയ ഗോത്രത്തിലെ ഈ കള്ളനാണ് മുദർ ഗോത്രത്തിലെ സാദിഖിനേക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ. മനസ്സിലായില്ലേ? ഇവൻ നമ്മുടെ ആളാണ്. ആറാളാണ് നമ്മുടെ ആളാണ്. പക്ഷപാതിത്വം വന്നു, എസ്ബിയത്ത് വന്നു. അങ്ങനെയുണ്ട് ചില ആൾക്കാര്. അങ്ങനെയുണ്ട്. ഒരു പ്രശ്നം നടക്കുമ്പോൾ മധ്യസ്ഥനായി ഇടപെട്ടിട്ട് നിങ്ങളിൽ ആരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ അയാളുടെ കൂടെ ആയിരിക്കും, ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ അയാളുടെ കൂടെ ആയിരിക്കും. അതൊക്കെ വലിയ വിളംബരം നടന്നത്. എന്നിട്ട് സഭ പിരിഞ്ഞു കഴിയുമ്പോൾ മറ്റേ ആൾ വിളിച്ചിട്ട് പറയുന്നത്, എൻ്റെ ഭാഗത്താ തെറ്റെങ്കിൽ ഞാൻ നിന്റെ ഭാഗത്ത് തന്നെയാണ്, അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഹിസ്ബിയത്ത്. ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവിടെ കൂടെ നിൽക്കുക. ഈ ഹിസ്ബിയത്ത് ഈ ഗോത്രക്കാർക്ക് ബാധിച്ചു. ഇയാളാണെങ്കിൽ ഒരു ആചാരഭവമാണ്. ആര്? ഈ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആകാരം പറയുന്നത് ഒരു ദജ്ജാലാണ്. മൂപ്പര് വലിയൊരു ആകാരം ഉള്ള ഒരു മനുഷ്യനാണ്. ആര്? ഈ മുസൈലിമത്തുൽ കദ്ദാബ് ഒരു മല്ലനാണ് അയാള്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇയാള് ഈ ആളുകളുമായി മടങ്ങിയിട്ട് ഇയാളെ ഈ കിബറും അഹങ്കാരമൊക്കെ വർദ്ധിച്ചിട്ട് ഇയാൾ നബിക്കൊരു കത്തെഴുതി. എന്താ കത്തിലുള്ളത്? മിൻ മുസൈലിമത്ത റസൂലില്ലാഹി, മിൻ മുസൈലിമത്ത റസൂലില്ലാഹി ഇലാ മുഹമ്മദ് റസൂലില്ലാ. മുസൈലിമ എന്ന അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ റസൂലിന് എഴുതുന്ന കത്ത്. സലാമുൻ അലൈക്, സലാമൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മാ ബഅദ് ഫഇന്നി ഖദ് ഉശ്രിക്തു ഫിൽ അംരി മഅക, ഞാൻ നിങ്ങളുടെ കൂടെ നബിയായി കൂറാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ആരാണ്? നബിയാണ്. വഇന്ന ലനാ നിസ്ഫൽ അർളി വലി ഖുറൈശിൻ നിസ്ഫൽ അർള് വലാകിന്ന ഖുറൈശൻ ഖൗമുൻ യഅ്തദൂൻ. ഞങ്ങൾക്ക് ഭൂമിയുടെ പകുതി, ഖുറൈശികൾക്ക് ഭൂമിയുടെ പകുതി. കിട്ടുന്നതിന്റെ പകുതി ഒപ്പാൽ നമുക്ക് എല്ലാത്തിനും ഈക്വലാണ്. എന്ത് കിട്ടിയാലും നമ്മൾ ഷെയർ ചെയ്യും. പകുതി നമുക്കും പകുതി ഖുറൈശികൾ.
എന്നുവെച്ചാൽ ഗോത്രങ്ങൾ വെച്ചുള്ള വർത്താനം ഈ പറയുന്ന മുഴുവനും. നിങ്ങൾക്കും ഞങ്ങൾക്കും പകുതി പകുതി. ഖുറൈശികൾ പണ്ടേ അതിർവിട്ട ആൾക്കാരാണ്, എങ്കിലും പപ്പാതിയാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കത്ത് വരുന്നത്. അങ്ങനെ രണ്ടാളുകൾ ഈ കത്തുമായി റസൂലുള്ളാഹിലേക്ക് വന്നു. ഈ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വായിച്ച് കേട്ട് ഈ വന്ന ആളുകൾ തന്നെ വായിച്ചു കൊടുത്തു. അപ്പോ നബി ചോദിച്ചു, ഈ വന്ന ആൾക്കാരോട്, വമാ തഖൂലാനി അന്തുമാ, നിങ്ങൾ രണ്ടുപേരും എന്താ വിശ്വസിക്കുന്നത്? ഈ ദൂതന്മാരോട് ചോദിക്കുകയാണ്. ഇത് കത്തുമായി വന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും എന്താ വിശ്വസിക്കുന്നത്? എങ്ങനെയാ നിങ്ങളുടെ നിലപാട്? അവർ പറഞ്ഞു, നഖൂലു കമാ ഖാൽ, ഈ കത്തിലുള്ള തന്നെ ഞങ്ങളുടെ നിലപാട്. അപ്പൊ റസൂൽ പറഞ്ഞു, അമാ വല്ലാഹി ലൗല അന്ന റസൂല ലാ തുഖാതലു ലാ തുഖതലു ലളറബതു ഖൈകുമാ, ഒരു ദൂതനെ കൊല്ലാൻ പാടില്ല, ഒരു ദൂതുമായി വന്ന ആളെ എന്തെടുക്കാൻ പാടില്ല, വധിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിടുന്നത്. ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമം നിങ്ങളുടെ മേലെ നിൽക്കുമായിരുന്നു, വധശിക്ഷ നടപ്പാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് പോകാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കത്തിങ്ങോട്ട് വന്നല്ലേ, അപ്പൊ കത്തിന് എന്തായിരുന്നാലും എന്ത് വേണം? മറുപടി കത്ത് കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് തയ്യാറാക്കി. ആ കത്തിലുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. ഇങ്ങോട്ട് എഴുതി എങ്ങനെയായിരുന്നു? മിൻ മുസൈലിമത്ത റസൂലില്ലാഹി ഇലാ മുഹമ്മദ് റസൂലില്ലാഹി. ഇങ്ങോട്ട് കത്ത് എഴുതി അങ്ങനെയാണ്. റസൂൽ മറുപടി എഴുതിയത് എങ്ങനെയാണ്? മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. വ്യാജനായ, അഥവാ കദ്ദാബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫഅാൽ വസനാണ്, എന്ന് വെച്ചാൽ പെരും കള്ളൻ എന്നാണ് എൻ്റെ അർത്ഥം വരിക. എന്ന് വെച്ചാൽ ലോക്കലല്ല. കദ്ദാബ് എന്ന് പറയുമ്പോൾ അത് ഫഅാൽ വസനാണ്, ഏറ്റവും മുന്തിച്ചു കൊടുക്കുകയാണ്. പെരും കള്ളനാണ്, അല്ലെങ്കിൽ പ്രവാചകത്വം കളവായി വാദിക്കുന്ന മുസൈലിമയിലേക്ക് മുഹമ്മദ് റസൂൽ എഴുതുന്നത് അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ അമ്മാ ബഅദ് എന്ന് പറഞ്ഞിട്ട് നബി എഴുതി, ഫഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഭൂമി പപ്പാതി എനിക്ക് നിനക്ക് വീതം വെക്കാനൊന്നും ഇല്ല, ഇത് ആരുടേതാണ്? ഇന്നൽ അർള ലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ ദാസന്മാരിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനത് കൊടുക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം തഖ്വയുള്ളവർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കത്തുമായിട്ട് രണ്ടുപേരെ പറഞ്ഞു. രണ്ടുപേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കത്തുമായിട്ട് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് ആ കാലത്തെ യുവാവായ, യുവത്വത്തിന്റെ ഒരു തിളപ്പ് എന്ന് പറയാൻ കഴിയുന്ന സഹാബി ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നേരെ ഈ കത്തുമായിട്ട് അവിടെ ചെല്ലുന്നത്. എവിടെ? മുസ്ലിം അടുക്കൽ, ഓന്റെ നാട്ടില് യമാമയിൽ ചെല്ലാണ്. ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ കത്ത് വാങ്ങി വായിച്ചിട്ട് മൂപ്പർ കൊണ്ട് ഓലവിളയി. ആർക്ക്? ഈ മുസൈലിമത്തുൽ കദ്ദാബിനെ ഓലവിളയി. ആ ഓലവിളകിന്ന് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞു ഈ വ്യക്തിയെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആരെ? ഹബീബിനെ സാബിത്തിനെ ബന്ധനസ്ഥനാക്കാൻ പറഞ്ഞു. ബന്ധനസ്ഥനാക്കി, നാളെ ഞാൻ വരാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് വരാം. അങ്ങനെ ഇയാൾ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇദ്ദേഹം വന്നു. അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല. ഈ മുസൈലിമത്തുൽ കദ്ദാബും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കിങ്കരന്മാരെല്ലാവരും ഒന്നിച്ച് നേരെ വന്നു. എന്നിട്ട് നേരെ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഇയാള് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അത്തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നഅം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പൊ ഇവനൊന്നും കൂടെ ഓളബായി. ഫതമയ്യസ മുസൈലിമ വയലാൻ, അയാൾക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു. അയാൾ ചോദിച്ചു, അശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ റസൂലാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഞാൻ നബിയാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഫഖാല ഹബീബ് ഫീ സുഖരിയത്തിൽ ലാദിഖ, മഹാനായ ഹബീബ് റളിയല്ലാഹു അൻഹു അല്പം പരിഹാസത്തോടെ പറഞ്ഞു, ഇന്നി ഫീ ഉദനയ്യ സുമമൻ അൻ സമാഇ മാ തഖൂൽ, എനിക്ക് കേൾക്കുന്നില്ല, നീ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയണില്ല എന്നോ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ കേൾപ്പിച്ചു തരാം, നിനക്ക് കേൾക്കണില്ലേ?
കേൾപ്പിക്കാം. ഈ മുസൈലിമ പറഞ്ഞു തന്റെ കിങ്കരന്മാരോട് ഇവന്റെ ശരീരത്തിൽ നിന്ന് ആ മാംസം മുറിച്ച് മാറ്റാൻ പറഞ്ഞൊരു കഷ്ണം. അങ്ങനെ ഒരു കഷ്ണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പച്ച മാംസം മുറിച്ചു മാറ്റി ജീവനോടെ. അതിങ്ങനെ ഉരുട്ടി വിട്ടുവതാണ് ആ മാംസം. എന്നിട്ട് വീണ്ടും ഇയാൾ ചോദിച്ചു, ഇനി ഞാൻ ചോദിക്കട്ടെ, അത്തശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം വന്നു, എങ്കിൽ വതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴും ഹബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേൾക്കാൻ പറ്റുന്നില്ല, നീ ചോദ്യം ആയിട്ട് ക്ലിയർ ആകുന്നില്ല എന്ന്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞ അടുത്ത ഭാഗം മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അടുത്ത ഭാഗം മുറിച്ചെടുത്തു പച്ചയോടെ. എന്നിട്ട് നേരത്തെ മുറിച്ച ഭാഗം എറിഞ്ഞെടുത്തേക്ക് ഇതും എറിഞ്ഞിട്ടു. വീണ്ടും ചോദ്യം ആവർത്തിച്ചു, അത്തശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നഅം. വതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? വീണ്ടും ഹബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, നിന്റെ ചോദ്യം എനിക്ക് ക്ലിയർ അല്ല, അത് കേൾക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ മുസൈലിമ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഇഞ്ചിഞ്ചായി നുറുക്കി ഉൾവൻ കഷ്ടമായി കൊന്നുകളഞ്ഞു. പക്ഷേ അവസാനം വരെ, അന്ത്യശ്വാസം വരെ, റൂഹ് പിരിയുന്നത് വരെ, ശ്വാസത്തിന്റെ അവസാന ആ അവസാന ഘട്ടം വരെ അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റേയാളുടെ പേര് പറഞ്ഞില്ല. അവസാന ശ്വാസം വരെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. നിഷ്ഠൂരമായി മുസൈലിമ ആരെ കൊന്നു? ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞത്. ഈ വിവരം ഉമ്മമാരുടെ ചെവിയിലെത്തി. ഉമ്മമാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവൻ കുഞ്ഞിലെ റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ആളാണ്, അവൻ ആ വാക്ക് നിറവേറ്റി. വളരെ കുഞ്ഞിലെ റസൂലുള്ളാഹിയുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മോനാണത്. എന്ത്? ജീവന്റെ അവസാനം വരെ റസൂലുള്ളാഹിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മോനാണത്. ആ മകൻ അത് നിറവേറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വിവരം വന്നു. റസൂലുള്ളാഹി വിവരം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞത്, ഇവന്റെ പേര്, ഈ കുഞ്ഞിന്റെ പേര്, ഈ കുട്ടിയുടെ പേര്, ചെറുപ്പക്കാരന്റെ പേര് ഹബീബ് എന്നാണ്. ഇതേ പേര് തന്നെയാണ് സാഹിബ് യാസീന്റെയും പേര്. സാഹിബ് യാസീൻ അല്ലേ? ആ സാഹിബ് യാസീന്റെയും പേര് ഇതേ പേര് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വകാന വല്ലാഹി സാഹിബ് യാസീൻ ഇസ്മഹു ഹബീബ്, സാഹിബ് യാസീന്റെ പേരും ഹബീബ് എന്നായിരുന്നു. സാഹിബ് യാസീനെ കൊന്നെങ്ങനെയാ? ഇതേപോലെ. ഏതാ സാഹിബ് യാസീൻ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. وضرب لهم مثلا أصحاب القرية إذ جاء المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. അല്ലേ? ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാർ വന്നു. ആ 3 പേര് ആ നാട്ടിൽ വന്ന് ദഅവത്ത് നടത്തി. 3 പേരെയും ആ നാട്ടുകാര് അവിശ്വസിച്ച ഘട്ടത്തില് അവരോട് കസറത്ത് പ്രവാചകന്മാർക്കെതിരെ ആ നാട്ടുകാരെ ഇളകി ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോ എന്നിട്ട് എന്താ പറഞ്ഞത്? പ്രവാചകന്മാര് അവരെ കയർക്കുന്ന ആളുകൾക്കിടയിലേക്ക് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, ആ പട്ടണത്തിന്റെ അങ്ങേറ്റത്ത് നിന്ന് ഓടിയ ഒരാൾ വരികയാണ്. അയാൾ ഈ കാഴ്ച കാണാണ്. പ്രവാചകന്മാരെ ശല്യപ്പെടുത്തുന്ന, അവരെ ബലസിക്കുന്ന ഈ ജനതയെ കാണാണ്. ഇവർ തമ്മിലുള്ള വാദപ്രതിവാദം കാണാൻ. നബിമാരും ഈ ഷിർക്കിന്റെ കുഫറിന്റെ ആളുകളും തമ്മിലുള്ള വാദപ്രതിവാദം കണ്ടപ്പോൾ ഇയാൾ ഒഴിഞ്ഞുപോയില്ല, ഒരു കാഴ്ചക്കാരനായി നോക്കി നിന്നില്ല.
ഈ മനുഷ്യൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, ഓ ജനങ്ങൾ, നിങ്ങൾ ഈ പ്രവാചകന്മാർ പറയുന്നത് അനുസരിക്കൂ. നിങ്ങളോട് അവരൊന്നും ചോദിക്കാതെ അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചേരല്ലേ? മാത്രമല്ല അവർ പറയുന്ന ന്യായമല്ലേ? ഒമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ, എന്നെ പടച്ചത് റബ്ബല്ലേ, അള്ളയല്ലേ, അവന് മാത്രമല്ലേ ഇബാദത്ത് കൊടുക്കേണ്ടത്, അതല്ലേ അവർ പറയുന്നത്. വഇലൈഹി തുർജഊൻ, മരിച്ചിട്ട് നിങ്ങൾ മടങ്ങി ചെല്ലേണ്ടത് ആ റബ്ബിലേക്കല്ലേ. അതുകൊണ്ട് ആ റബ്ബിന് മാത്രമല്ലേ ഇബാദത്ത് കൊടുക്കേണ്ടത്. മാത്രമല്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ, ഈ പറയുന്ന ലാത്ത മനാത്ത ഹുബുല്ല, ഇനി അതല്ല വേറെ കല്ലോ മരോ, ഇനി അതല്ല നബിമാരോ, ആരാണെങ്കിലും എന്തെങ്കിലും ഒരു ദുർറ് അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനിച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്ന ഈ ശിർക്കിന്റെ കുഫറിന്റെ നിലപാട് അത് വലാലത്താണ്, വ്യക്തമായ വഴികേടാണ്. അതുകൊണ്ട് ഇനി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, ഞാൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേന്ന് വിളിച്ചു പറഞ്ഞു. ആര്? ഈ ജാമിൻ അഖസൽ മദീന എന്ന് പറഞ്ഞ അങ്ങ് അവിടെ ഓടി വന്ന റജുല്. ഇവരപ്പോ എന്താ ചെയ്തത്? ഈ ഇതുപോലെ കൊന്നോളൂ. ഒറ്റടിക്ക് കൊന്നാളല്ല, തലക്കടിച്ചു കൊല്ലല്ല. അങ്ങനെ മരിച്ച ആൾക്കാരുണ്ട്, ഒരു എറി കൊണ്ട് മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, നേരെ മറിച്ച് ഈ പറയുന്ന സ്വാഹിബ് യാസീനെ കൊന്നത് ഒഴുകുവൻ കഷ്ടമാക്കിയ മുറിച്ച് അങ്ങനെ കൊന്ന ആളാണ് ഫറോവയും കൊല്ലുമ്പോൾ അങ്ങനെ കൊല്ലുക. ആദ്യം വലതുകാലം വെട്ടും, പിന്നെ ഇടതുകാലം, അങ്ങനെ കൊല്ലുക. ഇതുപോലെ ചരിത്രത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ ഈ രൂപത്തിൽ വളരെ മോശമായ രൂപത്തിലാണ് വധിക്കുന്നത്. അതുപോലെ വധിച്ച ആളാണ് വധിക്കപ്പെട്ട ആളാണ് സാഹിബ് യാസീൻ. ആ സാഹിബ് യാസീന്റെ പേരെന്താ? ഹബീബുൻ നജ്ജാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹബീബിനെ വധിക്കപ്പെട്ടപ്പോഴും ആ വാർത്ത കിട്ടിയപ്പോൾ റസൂല് പറഞ്ഞു, എന്ത്? വകാന വല്ലാഹി സാഹിബ് യാസീൻ ഇസ്മഹു ഹബീബ്. സാഹിബ് യാസീന്റെ പേരും എന്തു തന്നെയാണ്? ഹബീബ് എന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഈ ഹബീബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറയുന്നത് കാണാൻ കഴിയും. മാലിക് ഇബ്നു അംറ സഖഫി, അദ്ദേഹം ഇത് വെച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. അദ്ദേഹം കവിതയായി, ഈ ചരിത്രം കവിതയായി ഉൾക്കൊണ്ട് പാടുകയാണ്. മളാ സ്വാഹിബി ഖബലി വഖുല്ലിഫ്തു ബഅദഹു ഫകൈഫ ബിഅഅദാഇൽ ബഖിയ്യത്തി അസ്നഉ. എനിക്ക് മുമ്പേ എന്റെ സ്വാഹിബ് കഴിഞ്ഞുപോയി, വഖുല്ലിഫ്തു ബഅദഹു, അദ്ദേഹത്തിന്റെ ശേഷം ഞാനുണ്ട് ഇവിടെ. ഫകൈഫ ബിഅഅദാഇ, എന്റെ കൈ എന്ത് ചെയ്യാനാണ്? എന്റെ കൈ കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇതാർക്ക് വേണം? എന്റെ കൈ ആർക്ക് വേണം? അദ്ദേഹത്തിന് ശേഷം ഞാൻ ബാക്കിയുണ്ട്. പക്ഷേ ഈ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് മുറിച്ചു കൊടുത്ത ആൾക്കാരുണ്ട് അല്ലാഹുവിന് വേണ്ടി. അവർ മുറിച്ചു കൊടുത്തത് വേറൊന്നുമല്ല, സ്വന്തം കൈയും കാലും ഒക്കെ അള്ളാഹുവിന് വേണ്ടി മുറിച്ചു കൊടുത്തവരുണ്ട്. എന്റെ കൈയും കാലും കൊണ്ട് എന്തോ പ്രയോജനം. എന്നിട്ട് ആ രംഗം ഇങ്ങനെ ഓർക്കണം. ഖാല ലഹുൽ കദ്ദാബു തശ്ഹദു അന്നനി റസൂലുൻ ഫഔമാ അന്നനി ലസ്തു അസ്മഉ. അദ്ദേഹത്തോട് മുസൈലിമ ചോദിക്കുകയാണ്, എന്ത്? നീ വിശ്വസിക്കുമോ? എന്ത് വിശ്വസിക്കുമോ? ഞാൻ പ്രവാചകനാണെന്ന് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലസ്തു അസ്മഉ, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഫഖാല അതശ്ഹദു അന്നഹാ ലി മുഹമ്മദി, മുഹമ്മദ് അള്ളാന്റെ റസൂലാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതിലൊരു സംശയമില്ല, അത് ഒരു സംശയമില്ലാതെ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിൽ കയ്യും കാലുമൊക്കെ മുറിച്ചു കൊടുത്ത ആളുകൾ എനിക്ക് മുമ്പേ കഴിഞ്ഞുപോയി. എന്റെ കയ്യും കാലുമൊക്കെ പിന്നെ എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് വിലപിക്കുന്ന ഒരുപാട് മനുഷ്യരെ പിന്നീട് ഈ ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി വെച്ചാൽ, ഈ മരണം കഴിഞ്ഞതിന് ശേഷം അതിനെ തുടർന്നിട്ട് യമാമയിൽ യുദ്ധമുണ്ടായി. യമാമ യുദ്ധം എന്ന് പറയും. ആ യമാമയിൽ യുദ്ധമുണ്ടായ ഘട്ടത്തിൽ നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ ഇല്ലാതാക്കുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം മുസൈലിമയുടെ നേരെ തന്നെ റസൂൽ നോക്കി പറഞ്ഞാണ്, നിന്റെ കാര്യത്തിൽ സംഭവിക്കാനിരിക്കുകയാണ്. നബി ഒരു സ്വപ്നം കണ്ട്, ആ സ്വപ്നം നിന്റെ കാര്യത്തിൽ സംഭവിക്കാനിരിക്കുകയാണ്. അപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സ്വപ്നം എന്താണ് എന്ന് ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ്? അപ്പൊ നബി കണ്ട സ്വപ്നം എന്ന് വെച്ചാൽ 2 സ്വർണത്തിന്റെ വള റസൂലുള്ളാഹിക്ക് ധരിപ്പിക്കപ്പെടും. സ്വർണവളയെ ആർക്ക്?
ആർക്ക്? സ്വർണ്ണവള ധരിച്ചാൽ എന്താ സംഭവിക്കുക? ആണുങ്ങൾക്ക്. നബിക്ക് 2 സ്വർണ്ണവള ധരിപ്പിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക? നബി അസ്വസ്ഥനായി. കാരണം സ്വർണ്ണവള ധരിക്കാൻ എന്താ? ഹറാമാണ്. അപ്പോ സ്വപ്നത്തിൽ റസൂലുള്ളാഹിക്ക് 2 സ്വർണ്ണവളകൾ ധരിപ്പിക്കപ്പെട്ടതായി സ്വപ്നം കണ്ടു. റസൂൽ അസ്വസ്ഥനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 2 ഊരി എറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞതാണ് എന്ത്? ഇത് മുസൈലിമയുടെ കാര്യത്തിലാണ്. അത് സംഭവിച്ചിട്ടുണ്ടും. ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബ്, റസൂലുള്ളാഹിയുടെ കാലത്ത് വന്ന 2 കള്ളപ്രവാചകന്മാരാരാ? ഒന്ന് മുസൈലിമത്തുൽ കദ്ദാബ്, 2 അസ്വദുൽ അൻസി. 2 ആളുകളാണ് പ്രവാചകന്റെ കാലത്ത് കള്ളപ്രവാചകനായി രംഗത്ത് വന്നത്. അവർ 2 പേരും തുലക്കപ്പെട്ടു. അതിൽ മുസൈലിമത്തുൽ കദ്ദാബിനോട് യുദ്ധം ചെയ്യുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുള്ള സൈന്യമാണ്. ആദ്യം ഇക്രിമ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യം പോയി. ഇക്രിമ റളിയല്ലാഹുവിനെ നമുക്കറിയാം. ആരാ? നമ്മളിവിടെ ചർച്ച ചെയ്താണ് ഇക്രിമ റളിയല്ലാഹു. അബൂജഹലിന്റെ മകൻ, യർമൂക്കിൽ മരിച്ച ഇക്രിമ റളിയല്ലാഹു. ആ ഇക്രിമ റളിയല്ലാഹു ആദ്യം യമാമയിലേക്ക് പോയി മുസൈലിമത്തുൽ കദ്ദാബുമായിട്ട് പോരാടാൻ. അവിടെ വലിയ സംഘവും താവളൊക്കെ ഉണ്ടാക്കിയാണ്. ആ പോരാടാൻ പോയ പോക്കില് ഇക്രിമ റളിയല്ലാഹു ചെന്ന് വളരെ വേഗം സ്പീഡിലാണ് അറ്റാക്ക്. വേറൊന്നും നോക്കിയില്ല, ചാടി കീറി പെട്ടെന്നാണ്. മൂപ്പർക്ക് പെട്ടെന്ന് കാര്യം കഴിച്ച് പോരണം. ആണ് ഇക്രിമ യർമൂക്കിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി. ആർക്കും തിരിച്ചടി കിട്ടി. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അടുത്ത സൈന്യത്തെ ആര് വിട്ടു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ ഒരുക്കുമ്പോ ആ സൈന്യത്തിലേക്ക് പെർമിഷൻ കിട്ടിയ ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ്. ആര് അബ്ദുല്ലാഹി ഇബ്നു സൈദ്? പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങും, നിങ്ങൾ ഉറങ്ങും. ആരാണ്? ഹബീബ് ഇബ്നു സൈദിന്റെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു സൈദ്. അതായത് ഇവരിൽ മൂത്ത ആരാന്നുള്ളത് കൺഫ്യൂഷനാണ്. ആരാണ് മൂത്ത എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ടല്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ ആ സൈന്യത്തിലേക്ക് എടുത്തു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സാധനമൊക്കെ എടുത്ത് വരുമ്പോൾ ആരുണ്ട് കൂടെ? ഉമ്മയുണ്ട്. ഉമ്മ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാനും ഉണ്ട് കൂട്ടത്തിൽ, അനുവാദം തരണം പോകാൻ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം ആരെ? ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ധൈര്യത്തിൽ പോയിക്കോ. അനുവാദം കൊടുത്തു. അങ്ങനെ ഇവര് പോയത് വെള്ളവും പാത്രമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പോയത് എവിടെ? യമാമയിലേക്ക്. പക്ഷേ യമാമയുടെ രണഭൂമിയുടെ മധ്യത്തിൽ ആരുണ്ടായിരുന്നു? ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ ആ യമാമയിൽ യുദ്ധത്തിന് നടക്കുന്നിടയിൽ കൈക്ക് വെട്ട് കിട്ടി. കൈയറ്റ് തൂങ്ങിപ്പോയി. ആരുടെ? 12 വെട്ട് അതിന് പുറമെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? യമാമയിൽ കിട്ടിയിട്ടുണ്ട്. 13 എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഉഹദിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് 12 1 ഡസനോളം മുറിവുകൾ കിട്ടിയതിന് പുറമെ കൈക്കൊരു വെട്ട് കിട്ടി. ആര്? ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ കൈ തൂങ്ങിപ്പോയി. എവിടെ വെച്ചിട്ട്? യമാമയിൽ വെച്ചിട്ട്. ഈ വേദനയുമായിട്ട് നിൽക്കുകയാണ് ആര്? ഉമ്മു അമ്മാറ. ഈ വേദനയായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വാർത്ത കിട്ടുന്നത്. താങ്കളുടെ മകൻ ആരെ കൊന്നു? മുസൈലിമയെ കൊന്നു. ഉമ്മ അമ്മാർ പറഞ്ഞു, എൻ്റെ ഈ വേദന കണ്ട് പോയി, എൻ്റെ ഈ വേദന അതോടെ മാറി. കൈ ഒറ്റയ്ക്കിനെ കിടക്കുകയാണ് തൂങ്ങിയിട്ട്. എൻ്റെ വേദന മാറി. യഥാർത്ഥത്തിൽ 2 പേരാണ് മുസൈലിമയെ കൊല്ലണത്. മുസൈലിമയെ കൊന്നത് 2 പേര്. ചരിത്രത്തിൽ ഒരു അൻസാരി കാണോ? അൻസാരിയാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സൈദ്. വേറൊരാളുണ്ട്, അതാരാ? വഹശി. ആര്? വഹശി ആരാ? ഹംസ റളിയല്ലാഹു അൻഹു നേരെ ചാട്ടുളി എറിഞ്ഞ ആൾ ആണ് വഹശി. അതേ ചാട്ടുളി എറിഞ്ഞു ആര്? വഹശി. ആർക്ക് നേരെ? മുസൈലിമത്തുൽ കദ്ദാബിന് നേരെ. അതാണ് വഹശി പറഞ്ഞത്, ഞാൻ ഏറ്റവും നല്ലൊരു മനുഷ്യനെയും കൊന്നു, ഏറ്റവും വൃത്തികെട്ടൊരുത്തിനെയും ഞാൻ 2 പേരെ ഞാൻ കൊന്നു. ഒന്ന് ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഞാൻ കൊന്നു, പിന്നെ ഞാൻ കൊന്നത് ഏറ്റവും വൃത്തികെട്ട ഒരു വ്യക്തിയെ ഞാൻ കൊന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം യമാമ എന്ന് പറഞ്ഞാൽ ഹബീബിന് മകന് പകരം കൊടുത്താണ് എവിടെ? യമാമയിൽ വെച്ചുകൊണ്ട്. ഈ നിലക്ക് ആ കുടുംബം മൊത്തത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്.
മാത്രമല്ല ഉമ്മമാർ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയപ്പെട്ടൊരു സംഭവം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് അത് ചോദിച്ചതെന്നും ഉമ്മമാർ റളിയല്ലാഹു അൻഹയാണ് അത് ചോദിച്ചതെന്നും റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഈ ഖുർആനിൽ കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലും ആരെക്കുറിച്ചാണ് പറയാ? പുരുഷന്മാരെ കുറിച്ചാണ് പറയാ. ആണുങ്ങളുടെ കാര്യമാണ് പറയണത്. ഞങ്ങൾ പെണ്ണുങ്ങൾ ഇതുപോലെ പണിയെടുക്കുന്നുണ്ടല്ലോ. അത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത് എന്നുള്ളതും റിപ്പോർട്ട് കാണാം. ഉമ്മമാർ റളിയല്ലാഹു അൻഹ ചോദിച്ചെന്ന റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ഈ ആണുങ്ങളെ കുറിച്ചാണല്ലോ കൂടുതൽ പറയുന്നത്. റാക്കീൻ, ഖാനത്തീൻ എല്ലാം മുദക്കറാണ്, പുല്ലിംഗ രൂപമാണല്ലോ. ഞങ്ങളെ കുറിച്ചൊന്നും പറയണില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. എന്തായത്തിലുള്ളത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാതി വസ്സായിമീന വസ്സായിമാതി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാതി വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? മുഅ്മിനുകളായ ആണുങ്ങളും മുഅ്മിനാത്തുകളായ സ്ത്രീകളും അതുപോലെ തന്നെ താഴ്മ കാണിക്കുന്ന ആണുങ്ങളും അള്ളാഹുവിന് വിനയപ്പെടുന്ന പെണ്ണുങ്ങളും വസ്വാദിഖീന വസ്വാദിഖാതി സത്യസന്ധരായ ആണുങ്ങളും സത്യസന്ധരായ പെണ്ണുങ്ങളും വസ്വാബിരീന വസ്വാബിറാതി ക്ഷമിക്കുന്ന ആണുങ്ങളും ക്ഷമാലുക്കളായ പെണ്ണുങ്ങളും വൽ ഖാശിഈന വൽ ഖാശിആതി ഭക്തിയുള്ള അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് കീഴടങ്ങുന്ന ആണുങ്ങളും അതുപോലെ അത്തരത്തിലുള്ള പെണ്ണുങ്ങളും. ഇങ്ങനെ ഓരോ ആണിനെ പറയുമ്പോഴും എന്തു പറയും? പെണ്ണിനെ പറയും. എന്നിട്ട് എന്താ പറഞ്ഞത് അവരെ കുറിച്ച്? അള്ളാഹു അവർക്ക് ഉന്നതമായ പ്രതിഫലവും പാപമോചനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവർ കൺഫ്യൂഷൻ തീർക്കുകയാണ്. ഇനി ആണുങ്ങളുടെ സത്യത്തിൽ ഭാഷാപരമായിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഭാഷാപരമായിട്ട് എതിർക്കേണ്ടതില്ല. ആണുങ്ങൾ പറഞ്ഞാൽ ആരും പെടും. മാമ്മായിട്ട് പറഞ്ഞ മൊത്തത്തിൽ പുല്ലിംഗ പ്രയോഗം നടത്തിയാൽ അത് ആർക്കും ബാധക, പെണ്ണുങ്ങൾക്കും ബാധകമാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിലുണ്ട് യാ മറിയമ ഖുനൂതി ലിറബ്ബികി, ബാക്കി എന്താ? വസ്ജുദി വർക്കഈ മർറാഖീൻ. എന്താ മർറാഖീൻ എന്ന് വെച്ചാൽ? റാഖീന എന്നുള്ളത് റാഖിയാത്തൊന്നുമില്ലല്ലോ. റാഖീന എന്ന് വെച്ചാൽ പുല്ലിംഗാണ്. ആണുങ്ങൾ റുക്കൂ ചെയ്യുന്ന ആണുങ്ങൾ. അപ്പൊ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ മുദക്കറായ പുല്ലിംഗ രൂപം പറഞ്ഞാൽ ആമായിട്ട് പറയാം. ആണും പെണ്ണുങ്ങളും ഒക്കെ കൂടിയൊരു സദസ്സാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പുല്ലിംഗം ഉപയോഗിക്കണോ സ്ത്രീലിംഗം ഉപയോഗിക്കണോ? ഒരു സദസ്സിൽ ആണും പെണ്ണും ഉണ്ടെങ്കിൽ എന്ത് എടുക്കണം? ആ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ, ആ സദസ്സിനെ സൂചിപ്പിക്കാൻ പുല്ലിംഗം ഉപയോഗിക്കോ സ്ത്രീലിംഗം ഉപയോഗിക്കോ? ഏതാ ഉപയോഗിക്കേണ്ടത്? റാഖീന എന്ന പുല്ലിംഗ പ്രയോഗം ആമാണ്, മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരും പെടും, ആണും പെണ്ണും പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെ പെടും. അതാണ് ഭാഷയുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഓരോ സ്ഥലത്തും ആണെന്ന് പറയുമ്പോൾ പുല്ലിംഗം പ്രയോഗിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തെടുക്കേണ്ടതില്ല? സ്ത്രീലിംഗം പ്രയോഗിക്കേണ്ടതില്ല ഭാഷാപരമായി. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഈ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവരുടെ ഡൗട്ടാണ്. എല്ലാം പുരുഷന്മാർക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടാതെ പോകുമോ എന്ന പേടി. അതാ നബി ഞങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുക. അതിന് അവരവകാശപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നമ്മൾ നന്നായി സ്റ്റഡി ചെയ്യേണ്ട ഒരു കുടുംബമാണ്, പഠിക്കേണ്ട ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ സെയ്ദ് ഇബ്നു ആസിം കുടുംബം. കാര്യം അവരുടെ മക്കൾ രണ്ടുപേരും അള്ളാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളാണ്. ഉമ്മു അമ്മാറ എന്ന നസീബ എന്ന സ്ത്രീ, ആ ഉമ്മ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നിട്ട് പോരാടിയ ഒരു കുടുംബമാണ്. അവരൊക്കെ ദീനിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവരാ, കൊടുത്ത ആളുകളാണ്, കൊടുക്കാൻ സന്നദ്ധരായ ആളുകളാണ്. ഞാനിപ്പോ ഈ ചരിത്രമൊക്കെ കേട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോ ഇത്രയും ഒരുപാട് ആളുകളുടെ, ഒരുപാട് സ്വഹാബയുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ അവരുടെ ധീരത, അവരെ സമർപ്പിച്ചത് ഒക്കെ കേൾക്കുമ്പോൾ, ഞാനിപ്പോ ഇന്ന്
ആ പണ്ഡിതൻ ഈ സംഭവം ഉദ്ധരിച്ച് പറഞ്ഞ ആ കവിത ചൊല്ലാൻ തന്നെ കാരണം നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. നമുക്കുണ്ട് കൈയും നമുക്കുണ്ട് കാലും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പറയാം, പൈസ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, മറ്റു ഭൗതികമായ അറിവില്ല, മറ്റ് വിദ്യാഭ്യാസം കുറവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം, ഞാൻ എന്തിനാണ് ഈ കൈയും കാലുമായിട്ട് നടക്കുന്നത്? എൻ്റെ കൈ കൊണ്ട് എന്താ പ്രയോജനം? എൻ്റെ കണ്ണുകൊണ്ട് എന്താ പ്രയോജനം? അതല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്താ പ്രയോജനം? നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുക മാത്രമല്ല, ഏറ്റവും നല്ലത് ത്വയ്യിബായത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് കൊടുക്കണം എന്നൊരു നിയ്യത്ത് നമുക്ക് വേണം. നിയ്യത്ത് നമുക്ക് വേണം. നമ്മളിപ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ചിട്ടുണ്ടാവും, ഇപ്പൊ എൻ്റെ മകൾക്ക് ഇത്ര കൊടുക്കണം നമ്മൾ നിയ്യത്താക്കാൻ, അത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലേ? എൻ്റെ മക്കൾക്ക് ഇത്ര കൊടുക്കണം എന്ന് നമ്മൾ നിയ്യത്താക്കും. അത് എത്തിക്കാൻ വേണ്ടി, ആ ടാസ്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ പണിയെടുക്കും. പക്ഷേ നമ്മുടെ റബ്ബിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ, നമ്മുടെ ആഖിറത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ടാസ്കും ഇല്ല. ഇത് കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കണം, അള്ളാഹുവിനെ സമർപ്പിക്കണം എന്ന ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് നമ്മുടെ സൗകര്യത്തിന് കൊടുക്കുക എന്നുള്ളത് ഒഴിവാക്കണം. നമ്മൾ നിയ്യത്തിലുണ്ട്, നമ്മൾ കൊടുക്കും. എന്താ കൊടുക്കണേ? നമ്മൾ കൊടുക്കണത് എന്താ? ഏറ്റവും എല്ലാം നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്നത് എന്തെടുക്കും? ഇനി നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാം, ശരിയല്ലേ? ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ത്വയ്യിബായത് അല്ലാഹു റബ്ബിന്, ഏറ്റവും ത്വയ്യിബായത് റബ്ബിന്. കാര്യം നമ്മുടെ മുൻഗാമികൾ ഈ പറഞ്ഞ ചരിത്രം ഒക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ചരിത്രം മുഴുവൻ കേൾക്കുമ്പോൾ, നമ്മുടെ മുന്നിൽ നടന്നുപോയ സ്വഹാബത്ത് അവര് സമർപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഉമ്മുമ്മാറ ഹബീബ് മരിച്ചു എന്ന് കേട്ടപ്പോൾ പറഞ്ഞ വർത്താനം, അതെന്റെ മകൻ ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് പറഞ്ഞ കാര്യമല്ലേ അവൻ ചെയ്തത്. നിനക്ക് വേണ്ടി ജീവൻ തരാന്ന് ചെറുപ്പത്തിൽ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് പറഞ്ഞതല്ലേ എന്ന് പറയാൻ മാത്രം അള്ളാഹുവിന് ഏറ്റവും അവരുടെ കൽബിൽ ഉടക്കിയത്, അല്ലെങ്കിൽ അവർക്ക് ഉള്ളതിൽ ഏറ്റവും നല്ലത് റബ്ബിന് കൊടുക്കാൻ അവരെടുക്കരുത്. നമ്മൾ നേരെ തിരിഞ്ഞു പോവാണ് പലപ്പോഴും. നമ്മുടെ ചിന്ത മാറ്റണം, ചിന്ത തന്നെ മാറ്റണം. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വരിക, ഏറ്റവും നല്ലത് റബ്ബിന് കൊടുക്കുക, ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി നമ്മൾ മെനക്കെടണം. മെനക്കെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നടപ്പാക്കി തരും. ഏത് സംഗതിയാണെങ്കിലും, അള്ളാഹുവിന്റെ കാര്യമാണോ ദീനിന്റെ കാര്യമാണോ, അതിലേറ്റവും മികച്ചത് ഞാൻ നൽകും എന്ന ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം. അതനുസരിച്ച് അമല് ചെയ്യണം, അതനുസരിച്ച് പരിശീലിപ്പിക്കണം. നമ്മൾ ആരെ പരിശീലിപ്പിക്കണം? നമ്മുടെ കൂടെയുള്ളവരെയും നമ്മളെയും പരിശീലിപ്പിക്കണം. വെറുതെ പറയല്ല. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമുക്കത് കഴിയില്ല. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ദർസ് പഠിക്കുമ്പോൾ ഇവിടെ ഇമാമ നിൽക്കണ ഷരീഫ് അല്ലേ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് ഇവിടെ ദറസിൽ ഹെഫ്ലിന്. അന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ പോകാൻ ഒരു ചാൻസ്. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് വീട്ടിൽ പോകാം ളുഹർ കഴിഞ്ഞാൽ. അപ്പോൾ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ വിടാൻ വേണ്ടിയിട്ട് ചട്ടം കിട്ടി വെച്ചാൽ മെസ്സിൽ പോയി പറഞ്ഞു, എനിക്ക് നിസ്കാരത്തിന് മുമ്പ് ഫുഡ് തന്നാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ വണ്ടി കൊണ്ട് പോവാം. അങ്ങനെ ഫുഡ് നിസ്കാരത്തിന് മുമ്പാക്കി ഉച്ചകൂടെ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഈ കറി ഒഴിച്ചപ്പോ കറി എന്തെടുത്തു? കുപ്പായത്തിലായി, ഡ്രസ്സിലായി. അത് ഞാൻ പിന്നെ പ്രശ്നമൊന്നുമില്ല, എന്താ കാര്യം കഴിച്ച പോവല്ലേ, കുപ്പായം മാറ്റണം, പ്രശ്നമില്ല, കറി വീണ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വന്നു, വുദു എടുത്തു, ളുഹർ നിസ്കരിക്കണമല്ലോ, ളുഹർ നിസ്കരിച്ചു. ളുഹറൊക്കെ നിസ്കാരം കഴിഞ്ഞ് കുപ്പായൊക്കെ മാറ്റി ഉസ്താനൊക്കെ ചെന്ന് യാത്ര പറയാൻ വേണ്ടി ചെന്നു. ഉസ്താദിന് പോവാണ്, യാത്ര പറയണല്ലോ പോകുമ്പോൾ. ഉസ്താദ് ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കി, നന്നായിട്ടൊന്ന് നോക്കി. നല്ല കുപ്പായാണല്ലോ, ഉഷാറ് കുപ്പായാണല്ലോ. ആ, ഇത് നേരത്തെ റെഡിയാക്കി വെച്ചാണോ? ആ, ളുഹറിന് ഈ കുപ്പായായിരുന്നോ എന്ന് ചോദിച്ചു. അരെ ഈ ളുഹർ നിസ്കരിച്ചപ്പോ ഈ കുപ്പായാണ് ഇട്ടത്. അല്ല, കുപ്പായത്തിൽ എന്തുണ്ടായിരുന്നല്ലോ? അത് കറി വീണതാണ് നിസ്കരിച്ചപ്പോ, അല്ല ഭക്ഷണം കഴിച്ചപ്പോ കറി വീണതാണ്. ആ കുപ്പായം തന്നെ പോലെ വീട്ടിൽ പോകാനും വെച്ച്
ആ കുപ്പായം പോരെ നിനക്ക് വീട്ടിൽ പോവാൻ. അതെങ്ങനെ ഇപ്പോ കുപ്പായിട്ട് വീട്ടിൽ പോവാ? കറിയല്ലേ. ഇപ്പൊ നിസ്കരിച്ചപ്പോഴോ അള്ളാഹുവിന്റെ മുന്നിൽ കൈ കിട്ടിയപ്പോഴോ നിനക്ക് ആ കുപ്പായം മതിയാവുക? വീട്ടിൽ പോകാൻ ആ കുപ്പായം പോരാ. നീ ആ കുപ്പായ ഇട്ട് വീട്ടിൽ പോയാൽ മതിയാണ്. ഈ കുപ്പായ അടിച്ച് അവിടെ വെക്കുക, കറി വീണ കുപ്പായ ഇടുക, ആ കുപ്പായത്തിൽ നീ അവിടെ പോവാ, വീട്ടിൽ പോവാ. കുപ്പായ അഴിപ്പിച്ചു. അപ്പൊ അന്ന് നമ്മൾ ചെറുതാണ്, അവിടെ മനസ്സിങ്ങനെ വിങ്ങാണ്, കണ്ണിന് കുടുകുട വീഴാണ് ഈ കറിയിട്ട കുപ്പായിട്ട്. പക്ഷെ അത് ഒരു തർബിയത്താണ്, ശിക്ഷണമാണ്. അതൊരു ശിക്ഷണമായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കും, വന്ന് നിൽക്കുകയാണെങ്കിൽ കറിയുണ്ടോ, കറി വീണിട്ടുണ്ടോ. ഏറ്റവും മികച്ചത് അല്ലാഹുവിനെ സമർപ്പിക്കണം എന്ന ഒരു ബോധം, ഒരു ചിന്ത ആ ഒറ്റ സംഭവത്തിലൂടെ കൈമാറുകയാണ്. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ലാതെ പോണ ഏത് ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ നമ്മളെല്ലാം കേൾക്കാണ്. നമ്മൾ നെറ്റടിക്കുന്നു, പഠിക്കുന്നു, നോക്കുന്നു, സെർച്ച് ചെയ്യുന്നു, എടുക്കുന്നു, ടെക്നോളജി വലിയ സംഗതികൾ. പക്ഷേ അടിസ്ഥാനപരമായി നമുക്ക് കിട്ടേണ്ട സംസ്കരണമുണ്ട്, തർബിയത്ത്. അതാരും നമുക്ക് തരൂല. ആ തർബിയത്ത് നമുക്ക് കിട്ടാതെ പോകും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മുൻഗാമികളായ ഓരോ വ്യക്തിത്വങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് റബ്ബിന്റെ മുന്നിൽ വെച്ചു, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് റബ്ബിനവർ കൊടുത്തു. നമ്മളെല്ലാം കഴിഞ്ഞുള്ളത് ആർക്ക് കൊടുക്കും? നമ്മുടെ തിരക്കും ഓട്ടമൊക്കെ കഴിഞ്ഞുള്ളത് ആർക്ക് കൊടുക്കും? എന്തും നമ്മളുടെ അടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാം. എന്തും നമ്മൾ സെക്കൻഡ് ആയിരിക്കും എടുത്ത് വെക്കുക. ഫസ്റ്റുള്ളത് നമുക്ക് വേണം. ഈ ചിന്ത നമ്മൾ മാറ്റണം. ഈ ചിന്ത നമ്മൾ എടുത്ത് ദൂരെ എറിയണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ ടെക്നോളജി അത് ആർക്കുള്ളതാ? റബ്ബിനുള്ളതാ. ഏറ്റവും വലിയ ടെക്നോളജി റബ്ബിനുള്ളതാ. നമ്മളത് ചിന്തിച്ചേ പറ്റൂ, നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. ഏറ്റവും നല്ലത് റബ്ബിന് കൊടുക്കുക. ഏറ്റവും നല്ലതായിരിക്കും, ഏറ്റവും മികച്ചതായിരിക്കണം, ഏറ്റവും പ്രൊഫഷണൽ ആയിരിക്കണം. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ വെക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു നോക്കിയേ, അതിന് റിസൾട്ട് ഉണ്ടാവും. ഞാനൊരു ദിവസം ജുമാ പോകുമ്പോൾ ഒരു ചെറിയ ചെക്കൻ ഇവിടെ ഈ പള്ളിയുടെ മൂലക്കെന്ന് വന്ന് എൻ്റെ വിളിച്ചിട്ട്, ഞാൻ അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദിന്റെ കയ്യിൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇത് കണ്ടിട്ട് അവൻ ചോദിക്കണത്. ഞാൻ പറഞ്ഞു, മോനെ ഇത് ഐപാഡാണ്, ഗെയിം ഉണ്ടോന്ന് ചോദിച്ചു. എൻ്റെ ഒരു ചെറിയ ചെക്കൻ ഗെയിം ഉണ്ടോന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിനകത്ത് ഗെയിമുണ്ട്, വലിയ ഗെയിമുകളാ മോന് കളിക്കാൻ പറ്റിയ ഗെയിമൊന്നും ഇതിനകത്തില്ല, വലിയ ഗെയിമാണ് എൻ്റെ അകത്തുള്ളത്. അതിന് ഉസ്താദിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? വളരെ ഡീസൻ്റ് ആയിട്ട് അവൻ, വളരെ പക്വമായിട്ട് അവൻ ചോദിക്കണത്. അപ്പൊ ഞാനും ചിലപ്പോൾ ചിന്തിക്കണം, എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ചിന്തിക്കണം, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു പേപ്പർ എഴുതി കൊണ്ടുവന്നാൽ പോരെ? ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇതെനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ സമർപ്പിക്കുക, നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാകാം. മനസ്സ് ആ രൂപത്തിൽ വളരണം, ഉയരണം. പക്ഷെ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മനസ്സില്ലാതെ പോകുന്നത്, റബ്ബിന്റെ മുന്നിൽ വെക്കുന്നത് ഏറ്റവും ലോക്കലാണ് നമ്മുടെ അള്ളാഹിന്റെ മുന്നിൽ വെക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചത്, നമ്മുടെ ടെക്നോളജികളൊക്കെ മികച്ചത്, റബ്ബിന്റെ മുന്നിൽ വെക്കുന്നത് ഏറ്റവും ചെറുത്. ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അവിടുന്ന് മാറണം. അവിടെ നമ്മുടെ ചിന്ത മാറ്റിയെടുക്കണം. ഏറ്റവും മുന്തിയത് റബ്ബിന്. നമുക്കതില്ലാത്ത അത്ര വലിയ ആവശ്യമുണ്ടോ? ഈ വലിയ ടെക്നോളജി ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഞാനിത് വേറൊന്നിനും ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് അന്ന് എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചെന്ന ബോധമാണത്. അള്ളാഹുവിന് കൊടുക്കുന്നത് ഏറ്റവും മികച്ചതായിരിക്കണം. നമ്മളത് ചെറിയ സെക്കൻഡ് ഉപയോഗിച്ചാൽ മതി നമ്മുടെ ആവശ്യങ്ങൾക്ക്. ചെറുത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, മികച്ച റബ്ബിന്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ മാറ്റിവെക്കുക. അവിടെയാണ് ഹബീബ് കൊടുക്കുന്നത് കൈയും കാലുമാണ്. ഹബീബ് കൊടുക്കുന്നത് കൈയും കാലുമാണ്. നിങ്ങൾ അടിച്ചു വെക്കുക, അവരെ ആ കൈയും കാലും കൊടുക്കുമ്പോൾ അവരുടെ കൽബുണ്ടല്ലോ, അവർക്ക് ചിന്തയുണ്ടല്ലോ, ബുദ്ധിയുള്ള ആളുകളാണ്. ഏറ്റവും മികച്ച മികവുള്ള ബുദ്ധിയുടെ ആളുകളാണ് സ്വഹാബത്ത്. ഇവരില്ലാത്തവരല്ല, ഇവർ പൊട്ടന്മാരല്ല. ഒരു സ്വഹാബിയെ കുറിച്ച് നമ്മളങ്ങനെ ധരിക്കണ്ട. അവരെ ഏറ്റവും വലിയ ആഴത്തിൽ ചിന്തിക്കുന്ന വലിയ ബുദ്ധിമാന്മാരാണ് അവര്.
അവരേറ്റവും മികച്ചത് കൊടുക്കും. സ്വന്തം അവയവങ്ങളാണെങ്കിൽ എടുത്തു വെക്കും റബ്ബിന്റെ മുന്നിൽ അവര്. അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ ഈ പഠനം അല്ലെങ്കിൽ നമ്മുടെ ഈ ഇരുത്തം അത് സ്വഹീഹായ ഇരുത്താകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചരിത്രം ഇങ്ങനെ കേൾക്കും, നെടുവീർപ്പിടും, എഴുന്നേറ്റ് പോകും. അവിടെ ഒരു കാര്യമില്ല, ഒരു കാര്യം ഉണ്ടാവൂല. നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത് ഏറ്റവും നല്ല ഖൽബിന്റെ ഉടമകൾ അള്ളാഹുവിന് അവരെങ്ങനെയാണോ നൽകിയത് എന്ന് ചിന്തിച്ച് ആലോചിച്ച് നമുക്കെന്താണോ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ കഴിയുന്നത് എന്ന് ഓർത്ത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്ത് വന്നാൽ അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. റബ്ബത് നടപ്പാക്കി തരും. അള്ളാഹു അത് സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചതായിരിക്കും. നിരവധി അനുഭവങ്ങൾ, എത്ര അനുഭവങ്ങൾ. തിരുരങ്ങാടിയിൽ ഒരു പള്ളി എടുത്ത് നിങ്ങൾ ഇപ്പോഴും പോയി നോക്കുക. തിരുരങ്ങാടിയിൽ ഒരു പള്ളി നിൽക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭവനം. ആ പള്ളി അവിടെ ഉയർന്നതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ അഷ്റഫ്ക്കയാണ് അതിന് നേതൃത്വം നൽകിയത്. ഒമാൻ അഷ്റഫ്, ഷാഹി അഷ്റഫ്ക്ക. അദ്ദേഹം ആ രംഗം പറഞ്ഞത്, ഷാഹി അഷ്റഫ്ഖാന്റെ ഉമ്മ ഐസിയുലാണ്, ഐസിയുൽ കിടക്കുകയാണ്. ഇവര് മകൻ എന്താണ് ഉമ്മക്ക് സംഭവിച്ചതെന്ന് അറിയാതെ ബേജാറായിട്ട് അഷ്റഫ്ക്ക പുറത്തേക്കാണ്. അപ്പോഴാണ് ഒരു അറബി, ഒമാനിലുള്ള ഒരു അറബി, ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്, അഷ്റഫ്ക്കയുടെ കൂട്ടുകാരൻ. അദ്ദേഹം വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പള്ളി വേണമെന്ന് പറഞ്ഞിരുന്നില്ല നാട്ടില്. അപ്പൊ എന്റെ സ്ഥലം വിറ്റ പൈസ, ആ സ്ഥലം വിറ്റ പൈസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ എപ്പോഴാ വരിക? അപ്പൊ അഷ്റഫ് പറഞ്ഞു, ഞാൻ ഉമ്മ ഹോസ്പിറ്റലാണ്, ഉമ്മ ഐസിയുലാണ്, അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല, ഞാൻ വന്നിട്ട് എന്തെടുത്തോളാം, ഞാൻ വിളിച്ചോളാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ പിന്നെയും വിളിക്കുകയാണ്, അഷ്റഫെ പൈസ, എന്റെ സ്ഥലം വിറ്റ പൈസ എനിക്ക് ഇത് കൈവച്ചിട്ടൊരു സ്വസ്ഥത കിട്ടുന്നില്ല, ഇതെവിടെയാ, നീ എപ്പോഴാ വരിക, നിന്നെ ഏൽപ്പിക്കണം, നീ പള്ളിയുടെ കാര്യമൊക്കെ ഏറ്റതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അഷ്റഫ് രണ്ടാമതും പറഞ്ഞു, എന്ത് സുഹൃത്തെ, ഞാനിപ്പോ ഉമ്മ ഹോസ്പിറ്റലില് ക്രിട്ടിക്കൽ സ്റ്റേജില് ഐസിയുലാണ്, ഞാൻ വന്നിട്ട് വാങ്ങിക്കോളാം. ഫോൺ കട്ട് ചെയ്തു. മൂന്നാമതും അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അഷ്റഫെ പൈസ സ്ഥലം വിറ്റതാണ്, ഇതെവിടെയാണ്, എവിടെയെങ്കിലും കൊണ്ട് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടി എനിക്കുണ്ട്. അപ്പൊ അഷ്റഫ് പറഞ്ഞു, ഒരു പണി ചെയ്യാം, എന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുക. അങ്ങനെ പൈസ കൊണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചു. അഷ്റഫ്ക്കയുടെ ഓഫീസിൽ, ഒമാന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചിട്ട് അടുത്ത കോള്, അഷ്റഫെ ഞാൻ പൈസ ഇവിടെ കൊണ്ടുവന്ന് ഇന്നാടെ കൊടുത്തിട്ടുണ്ട്, ഇത്ര ഉണ്ട് എന്ന് എണ്ണി ബോധ്യപ്പെടുത്തണം, ഇത്ര ഉണ്ട് എന്ന് എണ്ണി ബോധ്യപ്പെടുത്തണം, ഇവിടെ സ്റ്റാഫിന്റെ കൊടുക്കാം. അപ്പം അഷ്റഫ് പറഞ്ഞു, ഇത്ര ഉണ്ട്, അവർ എണ്ണയോടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. വീണ്ടും കോള് അഷ്റഫ്ക്കയുടെ ഫോണിലേക്ക്. അഷ്റഫ് ഒരൽപ്പം ദേഷ്യത്തോടെയാണ് ആ കോൾ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയായി കഴിയുമ്പോൾ ഉമ്മയുടെ അവസ്ഥ ഇതാണ്, ഇതെന്താണെന്ന് അറിയണില്ല, ആകെ ബേജാറായി നിൽക്കുന്ന ഒരു മനുഷ്യനെ വിളിക്കണത്. വീണ്ടും അടുത്ത കോള്. അഷ്റഫ്ക്ക മനമില്ല മനമോടെ കോൾ അടിച്ചു. അപ്പുറത്ത് കേട്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പൈസ കൊടുത്ത മനുഷ്യൻ മരിച്ചു. അദ്ദേഹം അവസാനമായി ചെയ്ത അമൽ, അദ്ദേഹത്തിന്റെ പറമ്പ് വിറ്റ പണം കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുക്കാൻ. അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം അഞ്ചാമത്തെ കോള്, അഷ്റഫ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കണം, നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും, ഈ തിരുരങ്ങാടി പള്ളിക്ക് വേണ്ടി കൊടുത്ത പൈസ അവസാനമായി അദ്ദേഹം അത് ഏൽപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു, മരണപ്പെടും. അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ആ ഒരു തിടുക്കം വന്നത്, ഒരു മനസ്സിലാകാഴിക, ഒരാളോട് വിവരം പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പറഞ്ഞത് മനസ്സിലാകാഴിക വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആ അമല് പൂർത്തിയാക്കിയാണ് പടച്ചവൻ. അത് ചെയ്ത് വേഗം മരിച്ചോ, അത് ചെയ്ത് വെച്ചിട്ട് വേഗം മരിച്ചോ? ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖൽബ് തിടുക്കം കാട്ടണം അള്ളാഹുവിന്റെ വിഷയത്തിൽ, അത് സമർപ്പിക്കുന്ന വിഷയത്തിൽ. ആ ഒരു തിടുക്കം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു അത് കബൂലാക്കാം, സ്വീകരിക്കും. കബൂലിയത്താണത്, അള്ളാഹു കബൂലാക്കുന്നതാണത്. അള്ളാഹു ഒരു കാര്യം കബൂലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിന്നെ വളർത്തിക്കൊള്ളാൻ റബ്ബ് പറഞ്ഞു. നിങ്ങൾ നോക്കണ്ട, റബ്ബ് അതിനെ വളർത്തിക്കൊള്ളാന്നാ പറഞ്ഞേ.
കബൂലായക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹു വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രങ്ങളും സ്വഹാബത്തിന്റെ ജീവിതമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ചിന്തിക്കേണ്ടത്, അവർ കൊടുത്തുപോയി, അവർ ജയിച്ചുപോയി, നമ്മൾ അവരുടെ പുറകിലാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത് എന്ന ഉത്തമമായ ബോധവും റബ്ബിന് കൊടുക്കുന്നത് ഏറ്റവും ത്വയ്യിബായിരിക്കണമെന്ന ചിന്തയും രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയ സർവമാന പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന വിശ്വാസികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.